ഐസെറ്റ് എക്സാമിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസെറ്റ് എക്സാം 2024 കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് ഐസെറ്റ് എക്സാം. IAM കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് ട്രെയിനിങ് എന്ന ഒരു എക്സാമാണ് ഐസെറ്റ് എക്സാം. 2024 വന്നിട്ടുള്ള LKGയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്നിവിടെ എങ്ങനെയാണ് കുട്ടികളെ ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്നാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിൽ രജിസ്റ്റർ നമ്പർ എഴുതാനുള്ള ഒരു കോളമുണ്ട്, നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദ സ്കൂള്, ഡിവിഷൻ, ഇതൊക്കെ എഴുതാനുള്ളൊരു കോളുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. അതിന് വേണ്ടിയിട്ടുള്ള LKG ആണെങ്കിലും UKG ആണെങ്കിലും നിങ്ങളുടെ ടീച്ചേഴ്സ്, കുട്ടികളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഇതിനു വേണ്ടി കാര്യങ്ങളൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു അതിൽ ഒന്നാമത്തെ പാർട്ടിൽ വരുന്നത് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 10 ക്വസ്റ്റ്യൻസിനും 2 മാർക്ക് വെച്ചിട്ട് 20 മാർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ ഒരുപാട് പിക്ചേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, ഒക്കെ നമുക്ക് അറിയുന്ന പിക്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LKGയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയുന്നുണ്ടാവും എന്താണ് ആൻസർ പറയേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സ്വാഭാവികമായിട്ടും അറിയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ കൊടുക്കണം. ചോദിച്ചിട്ടുള്ളത് എന്താണ് നിൻ്റെ പേര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, അപ്പോൾ നമ്മൾ ഓറലാണെന്നുണ്ടെങ്കിൽ അയാം നിങ്ങളുടെ ടീച്ചർ ഒരുപക്ഷെ ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ പേര് അവിടെ എഴുതി കൊടുക്കണം, എന്താണ് നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് അനിമൽ ഹാസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സ്. ഏത് മൃഗത്തിനാണ് കറുപ്പും വെളുപ്പുമുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എലിഫൻ്റ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ജിറാഫ്, എയറോപ്ലെയിൻ, ഹെൻ, ഷിപ്പ്, അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സിൽ കറുപ്പും വെളുപ്പും വൈറ്റ് ആൻഡ് സ്ട്രിപ്സ് ഉള്ള പിക്ചർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് എഴുതുക അല്ലെങ്കിൽ ഓറലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചർ എടുത്ത് വിളിച്ചിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് വേണം, ടീച്ചറിന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ളൊരു ഓപ്ഷൻ ആണെങ്കിൽ നമ്മൾ അത് എഴുതണം. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ആ പിക്ചേഴ്സ് നോക്കിയിട്ട് നമ്മൾ അതിനുള്ള കറക്റ്റ് ആൻസർ, അതിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പിക്ചർ ഒരുപാട് പിക്ചർ ഉണ്ടല്ലോ. ഇതിൽ വൈറ്റും ബ്ലാക്കും സ്ട്രിപ്സ്, അതായത് കറുപ്പും വെളുപ്പും വരകളുള്ളത് ഏത് പിക്ചറിനാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഏതിനാണ് വരുന്നത് അല്ലേ, സീബ്രക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഒരു പക്ഷേ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സീബ്ര എന്ന് പറഞ്ഞു കൊടുക്കണം, എഴുതാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സീബ്ര എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിച്ച് അനിമൽ ഹാസ് എ ട്രങ്ക്. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ട്രങ്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. വിച്ച് അനിമൽ ഹാസ് എ ട്രങ്ക്. ഏത് മൃഗത്തിനാണ് തുമ്പിക്കൈ ഉള്ളത് എന്നാണ് അല്ലേ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആൻസർ അറിയുന്നുണ്ടായിരിക്കും അല്ലേ. വിച്ച് അനിമൽ ഹാസ് എ ട്രങ്ക്. അപ്പോൾ ഏതാണ് ആൻസർ ഏതായിരിക്കും വരിക? നമുക്കറിയുന്നത് തന്നെയാണ് അല്ലേ, എലിഫൻ്റ് ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ. എലിഫൻ്റ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ടച്ച് ദ ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഓരോ കുട്ടികളെ ടീച്ചർ എടുത്ത് വിളിച്ചിട്ട് നിങ്ങളോട് ചോദിക്കും ടച്ച് ദ ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിൾ നിങ്ങളോട് ടച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ടീച്ചർ. അപ്പോൾ നമ്മൾ ഏതിനെ ടച്ച് ചെയ്യണം? ഗ്രീൻ ആപ്പിളിന് ടച്ച് ചെയ്യണം. അപ്പോൾ ഇതിൽ ഏതാണ് ഗ്രീൻ ആപ്പിൾ വരുന്നത്? ഇതാണല്ലേ വരുന്നത് ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് വേണം, ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്ന സമയത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. നെയിം എനി 2 ബേർഡ്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന നെയിം എനി 2 ബേർഡ്സ് ഇൻ ദ പിക്ചർ. ഒരുപാട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ, നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ഈ പിക്ചേഴ്സിൽ 2 ബേർഡ്സിനെ നമ്മളോട് എന്താണ് പേര് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓറൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. നെയിം എനി 2 ബേർഡ്സ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കാണുന്ന 2 പക്ഷികളുടെ പേരാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ഇതിൽ 2 പക്ഷികൾ വരുന്നത്. അത് നമുക്ക് നോക്കാം. പേര് പറയുന്നതിന് മുമ്പ് നമുക്ക് ഏതൊക്കെയാണ് പക്ഷികൾ വരുന്നത് എന്ന് നോക്കാം. ഏതൊക്കെയാണ് പക്ഷികൾ വരുന്നത്? അതിന് വരുന്നുണ്ടല്ലേ, ക്രോ വരുന്നുണ്ട് അല്ലേ. പിന്നെ ഏതാണ് വരുന്നത്? നമുക്ക് ഹെന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഓൾ വരുന്നുണ്ട് അല്ലേ.
അപ്പോൾ രണ്ട് പക്ഷികളുടെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാക്കിയും വരുന്നുണ്ട്, മൂങ്ങിയും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പേരൻസും കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് എങ്ങനെയൊക്കെയാണ് ഇവരോട് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷം 2024 ഐസെറ്റിൽ വന്നിട്ടുള്ള LKGയിലുള്ള ക്വസ്റ്റ്യൻസാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫയലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ PDF ഫയലുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ, അപ്പോൾ അത് നമുക്ക് ഫോർവേഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.